ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലോ പോസ്ചർ ഓർ ഹലാസനയാണ്. യോഗയിൽ ഒരു സേയിങ് ഉണ്ട്, നമ്മളുടെ സ്പൈൻ എത്ര ഫ്ലെക്സിബിൾ ആണോ അതിനനുസരിച്ച് നമ്മൾ യങ് ആയിട്ടിരിക്കുമെന്ന്. സ്പൈൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സ്പൈൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഗ്രേറ്റ് പോസ്ചറാണ് ഹലാസന. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹലാസന ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഹലാസന ചെയ്യുന്നതിനായിട്ട് നമ്മുടെ മാറ്റിൽ മലർന്ന് കിടക്കാം. ഹലാസന ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സർവാംഗാസനയിൽ നിന്നാണ് ഹലാസനയിലേക്ക് വരുന്നത്. സർവാംഗാസനയുടെ തുടർച്ചയായിട്ടാണ് ഹലാസന ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റർ ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഈ പോസ്റ്ററിലേക്ക് വരരുത്. നല്ലൊരു വാമപ്പ് ചെയ്ത് നമ്മുടെ സ്പൈൻ ഫ്ലെക്സിബിൾ ആക്കിയതിന് ശേഷമാണ് ഈ പോസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം സർവാംഗാസന ചെയ്യുന്നതിനായിട്ട് കാൽ രണ്ടും 90 ഡിഗ്രി ഉയർത്തുന്നു. ഹിപ്പ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. ആദ്യം ഹലാസന നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗിനർ വേരിയേഷൻ എന്ന് പറയുന്നത് ഓരോ കാലുകളായിട്ട് ബാക്കിലേക്ക് ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ് ലെഗ് ബാക്കിലേക്ക് ഡൗൺ ചെയ്യുക. ഇൻഹേൽ, come up and exhale, left leg back. Inhale, come up. ഇത് ചെയ്ത് വളരെ ഫ്ലെക്സിബിൾ ആയതിന് ശേഷം മാത്രം രണ്ട് കാലുകളും ബാക്കിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ബോഡി വെയ്റ്റ് നമ്മുടെ നെക്കിലും ഷോൾഡറിലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്ക് സൈഡിലേക്ക്, രണ്ട് സൈഡിലേക്കും ടേൺ ചെയ്യരുത്. നോർമൽ ബ്രീത്തിങ് ചെയ്യാം. ഇനി ഇൻഹേൽ ചെയ്തുകൊണ്ട് കാലുകൾ തിരിച്ചു കൊണ്ടുവരുന്നു. ആൻഡ് എക്സേൽ സ്ലോലി ഡൗൺ. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാക്കിൽ ചെയർ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഞാൻ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ആദ്യം അഗെയിൻ നമ്മൾ ഷോൾഡർ സ്റ്റാൻഡിലേക്ക് വന്ന് കാലുകൾ ബാക്കിലേക്ക് കൊണ്ടുവരിക. ഈ പൊസിഷനിൽ നമ്മൾ ബാക്കിൽ ചെയർ വെച്ചുകൊണ്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കാല് താഴേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബാക്കിലൊരു ചെയർ വയ്ക്കുക. നമ്മുടെ ടോസ് ആ ചെയറിലേക്ക് പ്ലേസ് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുക. ഇൻഹേൽ, കം അപ്പ് ആൻഡ് എക്സേൽ സ്ലോലി ഹിപ്പ് ഡൗൺ. റിലാക്സ്. ഹലാസന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ഉള്ളവർ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അതുപോലെ മെൻസ്ട്രേഷൻ ടൈമിൽ സ്ത്രീകൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഹൈ BP ഉള്ളവർ ഇത് നമ്മളുടെ ഈ പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യണം. താങ്ക് യു.